എൻ്റെ ഒരു ദിവസം എങ്ങനെയാണ് അവസാനിക്കുന്നതെന്നും ഒരു ദിവസം എങ്ങനെയാണ് തുടങ്ങുന്നതെന്നും ഇത് രണ്ടും മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഒരു വീഡിയോയിൽ റെസിപ്പി അന്വേഷിച്ച് വന്നവരൊന്നും ഇതുവഴി നിൽക്കല്ലേ. ആവശ്യമുള്ളവർ മാത്രം ഒന്ന് കണ്ടാൽ മതി. ആർക്കെങ്കിലും പ്രയോജനപ്പെട്ട് കഴിഞ്ഞാൽ അതെനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ന്യൂ ഇയർ ഗിഫ്റ്റ് കിട്ടിയതാണ്. അതൊക്കെ ഒന്ന് കുപ്പി ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മൂന്നും പിന്നെ വേറൊരു ചെറിയൊരു ബോട്ടിലാണ് കിട്ടിയത്. അതിൽ ഗ്രാമ്പൂ പട്ട, ഏലക്ക ഇതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്, ചേച്ചി എങ്ങനെയാണ് എപ്പോഴും ഇങ്ങനെ പോസിറ്റീവായിട്ടും എനർജറ്റിക് ആയിട്ടും ഇരിക്കുന്നത്? നാട്ടിലുള്ളവരും ചോദിക്കാറുണ്ട്, അല്ലാണ്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കാറുണ്ട്, കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് കുറേ കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം ഇതാണ്: രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നമുക്ക് കിച്ചണൊക്കെ ഒന്ന് ഡീപ്പ് ക്ലീൻ വേണമെന്നില്ല, കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിന് സമാധാനം കിട്ടുന്ന രീതിയിൽ എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ടതിന് ശേഷം ഉറങ്ങാൻ പറ്റിക്കഴിഞ്ഞാൽ അതുതന്നെ വലിയ കാര്യം. രണ്ടാമത് നമ്മളിപ്പോൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാൻ തുടങ്ങുകയാണ് വീണ്ടും. നാളെ മുതൽ 48 ദിവസത്തേക്ക്. കഴിഞ്ഞിട്ടിപ്പോൾ ഒരു 2 ആഴ്ചയായിട്ടോ. മുമ്പത്തെ വിളക്ക് കഴിഞ്ഞിട്ട് 2 ആഴ്ചയായി. അത് തെളിയിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ നേരത്തെ എണീറ്റ് ഒരു 4:15 ആകുമ്പോൾ ഉണർന്ന് ഭഗവാന് വിളക്ക് വെക്കാറുണ്ട്, കോലായിൽ വിളക്ക് വെക്കാറുണ്ട്. ഇത് രണ്ടും ചെയ്യാറുണ്ട്. പക്ഷേ ബ്രഹ്മമുഹൂർത്ത വിളക്ക് 48 ദിവസം കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഗ്യാപ്പ് എടുത്തിട്ടാണ് വീണ്ടും തെളിയിക്കുന്നത്. അതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയായിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് വേറെ വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെ കിച്ചൺ അടുക്കള മുഴുവൻ പണിയൊന്നും കഴിയാത്തൊരു അടുക്കളയാണ്. അപ്പോൾ കബോർഡൊന്നും അടിച്ചിട്ടില്ല. ഇതുപോലെയൊക്കെയാണ് കേട്ടോ ഞാൻ സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെക്കുന്നത്. ഈ അടുക്കി പെറുക്കി വെക്കലൊക്കെ വെറുതെയാണ്. മോൾക്കൊരു തോന്നിക്കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ചവിട്ടി നടക്കുന്ന സ്ഥലത്ത് നല്ല വിശാലമായിട്ട് വാരി വിതറി ഇട്ടിട്ടുണ്ടാവും. അതെടുത്ത് വെക്കലാണ് ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ എൻ്റെ പണി. അതിപ്പം എന്താ പറയുക, മുഷിഞ്ഞ് കഴിഞ്ഞിട്ട് കാര്യമില്ല, അത് ചെയ്ത് തന്നെ പറ്റുള്ളൂ. അവളും ഞാനും മാത്രമല്ലേ വീട്ടിലുള്ളൂ. അപ്പോൾ കുപ്പികളൊക്കെ ഏകദേശം ഇവിടെ ജനലിൻ്റെ മേലേക്കാണ് കയറ്റി വെച്ചിരിക്കുന്നത്. അങ്ങനെ പിറ്റേന്ന് രാവിലെ നേരം വെളുത്ത് നമ്മൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാൻ പോവുകയാണ്. 4:15 കേട്ടോ എണീറ്റത്. എല്ലാ ദിവസമൊന്നും കിച്ചൺ എനിക്കിതുപോലെ ക്ലീൻ ചെയ്തിടാൻ പറ്റാറില്ല എന്ന് വിചാരിച്ച് ഞാൻ ഡൗൺ ആയി പോകാറൊന്നുമില്ല. പക്ഷെ മനസ്സിന് ഇങ്ങനെ ഉണ്ടാവും, അയ്യോ അത് ചെയ്യാൻ പറ്റിയില്ലല്ലോ. എന്ന് വെച്ചാൽ മോള് ഉറക്കിൻ്റെ കാര്യത്തിൽ ഭയങ്കര പ്രശ്നം. ഞാൻ എപ്പോഴാണോ ഉറങ്ങുന്നത് ആ സമയത്താണ് അവൾ ഉറങ്ങുക. പക്ഷേ ഞാൻ നേരത്തെ കിടന്ന് ഉറങ്ങിയെന്ന് വെച്ച് അവൾ നേരത്തെ കിടന്ന് ഉറങ്ങൂല കേട്ടോ. അവൾക്ക് അവളെ സമയമുണ്ട്. 12 മണി കഴിയാതെ അവളെ കണ്ണടച്ച് ഉറങ്ങൂല. അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനാണ് ഡിപ്പെൻഡായിട്ടിരിക്കുന്നത് ശരിക്കും. അതുകൊണ്ട് എല്ലായ്പ്പോഴും ഒന്നും എല്ലാ കാര്യങ്ങളും ഒരുപോലെയല്ല ദിവസങ്ങൾ കടന്നു പോകുന്നത്. ഇപ്പം ഞാൻ പരമാവധി എത്ര ലേറ്റായി ഉറങ്ങിയാലും ഈ ഒരു നേരത്തെ എണീറ്റ് വിളക്ക് വയ്ക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് കേട്ടോ. ശ്രമിക്കാറുണ്ട് മീൻസ് 48 ദിവസത്തിൽ തുടങ്ങിക്കഴിഞ്ഞാൽ അത് മുടക്കാറില്ല. പിന്നെ ഈ വിളക്ക് നമ്മൾ വെക്കുന്നത് കിച്ചണിലാണ്. എനിക്ക് എൻ്റെ വീടിൻ്റെ ഏറ്റവും ഒരു പൂജാമുറിയോളം എന്താ പറയുക, ഞാൻ ആരാധിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്, വീട്ടിലെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരിടവും വീടിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടമായിട്ട് അടുക്കളയാണ് തോന്നാറുള്ളത്. അപ്പോൾ വീട്ടിലങ്ങനെ പൂജാമുറി എന്ന് പറഞ്ഞിട്ടൊരു റൂമൊന്നും ഇല്ല കേട്ടോ. എനിക്ക് അങ്ങനെ വെക്കുന്നതിനോട് താല്പര്യമില്ല. അപ്പോൾ അടുക്കളയിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ദൈവത്തെ വെക്കുന്നതും ആരാധിക്കുന്നതും ഒക്കെ ശരിക്കും പറഞ്ഞാൽ അടുക്കളയിൽ തന്നെയാണ്. അപ്പോൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് ഇപ്പോൾ നമ്മൾ അടുക്കളയിൽ വെച്ചിട്ടുണ്ട്. ബാക്കി ഇത് ലിവിങ് ഹാളിൽ തന്നെയാണ് കേട്ടോ. ഒരു ടേബിൾ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ തൽക്കാലം. അപ്പോൾ നമ്മളിവിടെ ഭഗവാന് വിളക്ക് വെക്കുന്നുണ്ട്, അവിടുന്ന് പിന്നെ കോലായിലെടുത്ത് വെക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ദിവസം ഒന്നാമത് നമ്മൾ ആ ഒരു മോർണിംഗ് ടൈം ഉണരുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര അന്നത്തെ ദിവസം സെറ്റാവും ശരിക്കും. ആ ഒരു നേരത്തെ ആ ഒരു എനർജി ഉണ്ടല്ലോ, പ്രകൃതി നമ്മളെ വല്ലാണ്ട് സ്വാഗതം ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. എന്നുവെച്ചാൽ ഉണർന്നു കഴിഞ്ഞിട്ട് എല്ലാം അടച്ചിട്ട് അകത്തിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു ജനലെങ്കിലും തുറന്ന് ആ പുറത്ത് ആ സമയത്തുള്ള ആ ഒരു ആ ഒരു കാറ്റ് നമ്മളെ ദേഹത്ത് തട്ടുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലാണ്. ഇതിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രമല്ലേ ഇട്ടിട്ട് കാര്യമുള്ളൂ. നമ്മളത് കേക്കിൻ്റെ ചാനലാണല്ലോ. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്കത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വിളക്കെല്ലാം തെളിയിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം നമ്മൾ ഭക്തിഗാനം വെക്കും. ഭക്തിഗാനം വേൽമാറലാണ് കൂടുതലും വെക്കാറുള്ളത്, കേട്ടിട്ടുണ്ടാവുമായിരിക്കും. തിരുത്തണിയിലുദിത്തരുളും ഒരുത്തൻ മലൈ വിരുത്തനെതുള. ആ പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെ വെച്ചുകൂടാ, അപ്പോൾ കോപ്പിറൈറ്റ് വരും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ പാട്ടൊക്കെ വെച്ച് ഏട്ടനും എണീക്കും കേട്ടോ. ഇതേ സമയത്ത് തന്നെ കുറുവാ സംഘം വന്ന് എന്നെ പിടിച്ചുകൊണ്ട് പോയാലോ, കോലായിലൊക്കെ വിളക്ക് വെക്കുന്നതല്ലേ. അപ്പോൾ ഞാൻ ഏട്ടനെയും കൂടെ വിളിച്ചുണർത്തിയിട്ട്, ഏട്ടനും ഇഷ്ടമാണ് ഇങ്ങനെ എണീക്കാൻ. എന്നിട്ട് കുറച്ച് നേരം മെഡിറ്റേഷൻ ചെയ്യും. അതെല്ലാ ദിവസവും ഒന്നും ചെയ്യില്ല കേട്ടോ.
പറ്റുന്ന ദിവസമൊക്കെ മെഡിറ്റേഷൻ ചെയ്യും. പിന്നെ ഇത് പ്രധാനമായിട്ടും ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. എഴുതുക. എന്താ എഴുതുന്നതെന്നുള്ളത് ഒരു സീക്രട്ടാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞുതരാം. ഈ ഒരു വീഡിയോ ഇതുപോലത്തെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെ കുറച്ച് എഴുതും. ആ എഴുതുന്ന കാര്യം നിസ്സാരമൊന്നുമല്ല, അടിപൊളി സംഭവമാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എഴുതിയിരിക്കും. അങ്ങനെയൊക്കെയാണ് ആ ഒരു പുലർച്ചെ സമയം പോകുന്നത്. എന്നിട്ട് കുറച്ച് നേരം വെറുതെ ഇരിക്കും. അതിനുശേഷം തലേ ദിവസം കുതിർത്തി വെച്ചിട്ടുള്ള വാൾനട്ടും ബദാമും പിന്നെ കറുത്ത മുന്തിരി ഇത് രണ്ടും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കഴിക്കും. വെച്ചാൽ രാവിലെ എണീറ്റാൽ എനിക്ക് ഭയങ്കര വിശപ്പാണ്. അങ്ങനെ അപ്പോൾ അതൊക്കെ കഴിക്കും. ഇതൊന്നും ദിവസമൊന്നും ചെയ്യില്ല കേട്ടോ. ഇതൊക്കെ മറന്നേ പോവും. ഇതൊക്കെ എപ്പോഴെങ്കിലും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ദിവസം തുടങ്ങുന്നത്. ഇനി കേക്ക് ഉണ്ടാക്കണം, ഫുഡ് ഉണ്ടാക്കണം, മോളുമായിട്ട് യുദ്ധം തുടങ്ങണം. അപ്പോൾ ഗുഡ് മോർണിംഗ്.